പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനത്തിൽ ഫാസ്ടാഗ് ഉണ്ടെങ്കിലും അതിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിലും ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിന്റെ നമ്പർ പ്ലേറ്റ് കിട്ടുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് ഡെലിവറി കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് നിങ്ങളുടെ വണ്ടിയുടെ ഷാസി നമ്പറുമായിട്ടായിരിക്കും ലിങ്ക് ആയിരിക്കുന്നത്. ആ ഒരു ഫാസ്ടാഗ് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം ടോൾ അടച്ചു പോകാവുന്നതാണ്. പക്ഷെ കേരളത്തിൽ കയറി കഴിയുമ്പോൾ NHAയുടെ ക്യാമറയുള്ള പുതിയ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി നമ്പർ സ്കാൻ ചെയ്യുകയും അത് ഫാസ്ടാഗ് ആയിട്ട് മാച്ച് ആക്കാനും നോക്കും. ആ ഒരു അവസരത്തിൽ ഷാസി നമ്പറും വണ്ടി നമ്പറും മാച്ച് ആവാത്തതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് ഹോട്ട് ലിസ്റ്റിലേക്ക് ഇടും. ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ ഏത് ടോളിൽ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ടോളിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും സീറോ ബാലൻസേ കാണിക്കുള്ളൂ. പിന്നീട് നിങ്ങൾ മാനുവലി ക്യാഷ് കൊടുക്കേണ്ടി വരും. ഈ സെയിം അവസ്ഥ എനിക്കും വന്നിട്ടുണ്ട്. ഇതിന് നിസ്സാരമായിട്ടുള്ള പരിഹാരം, നിങ്ങളുടെ ഫാസ്ടാഗ് ഏത് ബാങ്കിന്റെ ആണോ അതിന്റെ ഫാസ്ടാഗ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ KYB നോ യുവർ വെഹിക്കിൾ പൂർത്തീകരിക്കണം. പുതിയ വണ്ടി ആയതുകൊണ്ട് ഫിസിക്കൽ RC കാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ പരിവാഹൻ ആപ്പിൽ പോയിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ RC സ്ക്രീൻഷോട്ട് എടുത്ത് അതൊരു PDF ആക്കി മാറ്റുക. അവിടെ നിങ്ങളുടെ RCയുടെ PDF തന്നെ ഉറപ്പായും അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയുടെ മുൻഭാഗത്തുള്ള ഫോട്ടോ, സൈഡ് ഫോട്ടോയും ഉള്ളിൽ ഫാസ്ടാഗ് ഒട്ടിച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഉടൻ തന്നെ ആ ബാങ്കിന്റെ കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് ഞാൻ ടോൾ കൊടുക്കാൻ പോയപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിലും ടോൾ ഡിഡക്റ്റ് ആയില്ല, വേഗം അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് ഇമീഡിയറ്റ്ലി ആ ഒരു കാര്യം അപ്രൂവ് ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഒരിക്കലും വരാതെ ഇരിക്കും. വണ്ടി എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് വണ്ടി എടുത്ത് ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട.